വിഷ്ണു, വസന്തയാണ് ഇപ്പോ ചർച്ച. 37കാരി അല്ലെ, 37 വയസ്സുകാരി വസന്ത ഒരു ഡ്രൈ ഏരിയയിൽ ഒരു മദ്യ ഷോപ്പ് തന്നെ തുടങ്ങിയിരിക്കുകയാണ്. അതും ഏറ്റവും കൂടുതൽ ഇതിനെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. കാരണം ഓപ്പറേഷൻ തൂഫാൻ അത് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുന്നൊരു സമയത്താണ് ഒരു ഡ്രൈ ഏരിയയിൽ നിന്ന് വസന്ത ഇപ്പോൾ വാർത്തയായിട്ടുള്ളത്. നമ്മളിപ്പോ പൊതുവെ സിനിമകളിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഓരോ അറിവ് കിട്ടും അല്ലെ. അതുപോലെ എനിക്ക് കിട്ടിയ ഒരു അറിവാണ് അയ്യപ്പനും കോശി എന്ന സിനിമയില് അട്ടപ്പാടി എന്നത് ഡ്രൈലാൻഡ് ആണ്, മദ്യനിരോധിത മേഖലയാണ് അല്ലെ. അപ്പൊ ആ മദ്യനിരോധിത മേഖലയില് ഒരു 37 വയസ്സുകാരി അവിടെ മദ്യം വീട്ടില് ഒരു മിനി ബാർ തന്നെ തുടങ്ങിയിരിക്കുകയാണ്. എല്ലാവർക്കും മിനി ബാർ എന്ന് പറയുമ്പോ അതാണ് 37 വയസ്സുള്ളൂ. അവിടെ വരിക, അടിക്കുക, പോവുക, അങ്ങനെ ഒരു വൈബ്. വന്നാൽ അടിച്ച് പോവാം, അങ്ങനെ കുപ്പിയിലാക്കി കൊടുക്കുക. ഇന്ത്യൻ വിദേശ മദ്യം കുപ്പിയിലൊഴിച്ച് കൊടുക്കുകയാണ് എല്ലാവർക്കും വരുന്ന പോലെ. അപ്പൊ ആക്റ്റീവാണ്, വേറെ സ്ഥലത്ത് പോകണ്ട, ലൈസൻസ് ഇല്ല, അതാണ് ടാക്സ് ഇല്ല, ലൈസൻസ് ഇല്ല, ഒന്നുമില്ല, നിയമപരമായ ഒരു വശം പോലും ഇല്ല. അവിടെ ആക്റ്റീവായിട്ട് ആൾക്കാർ വരുന്നു, കഴിക്കുന്നു, പോകുന്നു, ആ ഒരു യാത്ര പഴകുന്നു, ആ വൈബിൽ അങ്ങനെ പോവുകയാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു രസം. അതിലെ ഇപ്പോ വിഷ്ണു 1980-90 കാലഘട്ടത്തിലാണ് ഈ അട്ടപ്പാടിയിൽ പല ആദിവാസി ഊരുകളിലും മദ്യപാനം വ്യാപകമായിരുന്നു. അതിനെ സംബന്ധിച്ചാണ് മദ്യനിരോധന മേഖലയായി തന്നെ ഇത് മാറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 37 വയസ്സുകാരി സ്വാഭാവികമായിട്ടും എന്താ ചെയ്യേണ്ടത്? ഇതിനെതിരെ ശബ്ദിക്കുക എന്നുള്ളതാണ്. അതായത് മദ്യവും മയക്കുമരുന്നിനും എതിരെ ശബ്ദിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആള് തന്നെ ലഹരി വിതരണം ചെയ്യുന്ന, അതും അന്യായമായിട്ട് എന്ന് പറയാം അല്ലെ, വിതരണം ചെയ്യുന്ന ഒരാളായി മാറി. ഇപ്പൊ പല മെയിൻ സ്ട്രീം മീഡിയയിലും അതിന്റെ ഈ ന്യൂസ് വരുമ്പോ അതിന്റെ അടിയിൽ കമന്റ് എന്താ അറിയോ? അതെന്താ അട്ടപ്പാടിക്കാർക്ക് കുടിക്കാൻ പറ്റില്ലേ എന്നാണ് ചോദിക്കുന്നത്. അട്ടപ്പാടിക്കാർക്ക് എന്താ കുടിക്കാൻ പാടില്ലേ? അതൊരു മദ്യനിരോധിത മേഖലയാണെന്ന്, അതിന്റെ നിയമപ്രകാരം അതിനെ അത്രയും ആ ഭൂപ്രകൃതിയിൽ അതിനെ നവീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ്. അപ്പൊ അതിൻ്റെതായ ഒരു ശീലം അവിടെ കാണിക്കണം. ഇതിപ്പം ഒരു 37 വയസ്സേ ഉള്ളൂ, അത് ഒരു പുതുതലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ഒരു ആശയമായിരുന്നു. പക്ഷെ ഇങ്ങനെയാണോ കാണിക്കുന്നത്? അതും ഡ്രൈലാൻഡിലാണ്, സാധാരണ സ്ഥലത്തല്ല. മദ്യം ഒഴിച്ച് അല്ലെങ്കിൽ മദ്യം മിനി ബാർ തന്നെ തുടങ്ങിയിരിക്കുന്ന ഒരു ഡ്രൈലാൻഡിലാണ്. അതാണ് ഏറ്റവും വലിയൊരു രസകരമായ. നമ്മൾ നോക്കേണ്ട മറ്റൊരു വസ്തുത, ഈ അട്ടപ്പാടിയിൽ മദ്യനിരോധന വരുന്നത് അല്ലെങ്കിൽ ഡ്രൈലാൻഡായി മാറുന്നതിൽ സ്ത്രീകൾ ശക്തമായൊരു പ്രക്ഷോഭം നടത്തിയതിന്റെ ഭാഗമായിട്ടാണ്. സ്ത്രീകളുടെ വലിയൊരു ആവശ്യത്തിന്റെ ഭാഗമായിട്ടാണ് അവിടെ ഡ്രൈലാൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത്. സാമ്പത്തിക തകർച്ച, അതുപോലെ ഗാർഹിക പീഡനം ഉൾപ്പെടെ മദ്യം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, അട്ടപ്പാടി കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു. അങ്ങനെയാണ് അത് 1980-90 കാലഘട്ടത്തിലൊക്കെ മദ്യം ഇല്ലാത്ത ഡ്രൈലാൻഡായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഒരു സ്ത്രീ തന്നെ ഇതിന് മുന്നിട്ടിറങ്ങുന്നു. അപ്പോൾ ബാക്കിയുള്ള സ്ത്രീകളുടെ ഒക്കെ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. തങ്ങൾ വലിയൊരു പ്രക്ഷോഭം നടത്തി മദ്യനിരോധന മേഖലയായിട്ടൊക്കെ വലിയ സമരത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് മാറ്റിയെടുത്തപ്പോ ഒരു സ്ത്രീ തന്നെ വന്നുകൊണ്ട് മിനി ബാർ അവിടെ തുടങ്ങിയിരിക്കുന്നു. അവകാശം നേടിയെടുത്ത സ്ഥലത്ത് തന്നെ അവിടെ ഏറ്റവും അപമാനകരമായിട്ട് ആ വിഷയത്തിൽ തന്നെ, ആ നേടിയെടുത്ത വിഷയത്തിൽ തന്നെ നേടിയെടുക്കാൻ ശ്രമിച്ച ആ ഒരു സ്ത്രീവർഗം തന്നെ അതിനെ മോശം അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു, ഒരു മിനി ബാറിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇവിടെ തൂഫാൻ പോലെ നമ്മുടെ രമേശ് ചെന്നിത്തല, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരുപാട് ഈ ലഹരിയെ തുരത്താൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അപ്പോൾ അത്തരം ഈ സാഹചര്യത്തിലാണ് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു നടപടി ഇവിടെ ഉണ്ടാവുന്നത്. അത് എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്നത്? അതുപോലെ തന്നെ ഇതില് പ്രധാനമായിട്ടും ഒരു സ്ത്രീ എന്ന നിലയ്ക്ക് നമുക്കറിയാൻ പറ്റും ഗാർഹിക പീഡനം എത്രത്തോളം വലുതാണ് എന്നുള്ളത് അല്ലേ. ഗാർഹിക പീഡനം അനുഭവിക്കുന്ന ഒട്ടും നിസ്സാരമായിട്ട് നമുക്കതിനെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. പല കുടുംബങ്ങൾക്കകത്തും മദ്യപിച്ച് വരുന്ന പുരുഷന്മാർ സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ട്. അപ്പോൾ അട്ടപ്പാടി മേഖല കേന്ദ്രീകരിച്ച് അങ്ങനെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സ്ത്രീകൾ രംഗത്തേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ ഗാർഹിക പീഡനം തടയാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗം എന്ന് പറയുന്നത് അട്ടപ്പാടി അഗളി പ്രദേശങ്ങളെ ഡ്രൈലാൻഡായിട്ട് പ്രഖ്യാപിക്കുകയായിരുന്നു. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു, അതിന് അധികാരികളൊക്കെ അത് ചെയ്തു കഴിഞ്ഞു. അപ്പോൾ ഗാർഹിക പീഡനത്തെ കുറിച്ചിട്ട് ഏറ്റവും നന്നായി മനസ്സിലാക്കാൻ പറ്റുന്ന സ്ത്രീ തന്നെ 37 വയസ്സുകാരി തന്നെ മദ്യത്തിന്റെ വിൽപ്പനക്കാരിയായിട്ട് മാറുന്നു. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരു തരത്തിലുമുള്ള ടാക്സ് ഇല്ല, ഒരു ലൈസൻസ് ഇല്ല, ഒരു ബാർ ഉടമയാണ്, ഒരു ചെറിയൊരു ബാർ ഉടമയായിട്ട് തന്നെ
കേരളത്തിലെ പുതിയ ബാർ ഉടമ അല്ലെങ്കിൽ മിനി ബാർ, ഒരു പക്ഷേ ഏറ്റവും പ്രായം കുറഞ്ഞ ബാർ ഉടമയ്ക്ക് അങ്ങനെ പറയാം. അതെങ്ങനെയാണല്ലേ ഒരു സാധ്യമാവുന്നത്? ഒരു പേടിയില്ല, അവിടെ കൂളായിട്ട്, അവിടെ ചിത്രം ഞാൻ കണ്ടു, അപ്പൊ വളരെ കൂളായിട്ട് ഒരു ബാറിന്റെ ഉടമയായിട്ട് നല്ല ഇതായിട്ട് നിൽക്കണം. അപ്പൊ ഈ കേരളത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ, അല്ലെങ്കിൽ അട്ടപ്പാടി മദ്യനിരോധിത മേഖലയിൽ ഇത്തരം അവസ്ഥകൾ വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അത് എത്രത്തോളം അവിടെയുള്ള ജനങ്ങളെ ബാധിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു ഗവൺമെന്റിന്, പുതുതായ ഗവൺമെന്റ്, പക്ഷേ വി ഡി സതീശൻ ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ കീഴിലുള്ള ഗവൺമെന്റ് അതിന് കൃത്യമായ ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ട്. അവരെ അഗളി പ്രദേശമായ അവിടുന്ന് കൃത്യമായ നടപടി എക്സൈസ് സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ തൂഫാൻ കേന്ദ്രീകരിച്ച പെരുമ്പാവൂർ പ്രദേശങ്ങളൊക്കെ നോക്കുമ്പോൾ വലിയ രീതിയിൽ ഇതിന് ലഹരിക്ക് അടിമപ്പെട്ട ഒരുപാട് മനുഷ്യരുള്ള നാടാണ്. അപ്പം അവിടെയൊക്കെ അതിനെ തുരത്താൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തല നേരിട്ട് വന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊരു അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കാരണം ഈ വസന്തയ്ക്ക് ഇത്തരത്തിലൊരു ധൈര്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിനി ബാർ ഉടമയായിട്ട് ആൾ മാറിയിട്ടുണ്ടെങ്കിൽ, അതിനവിടുത്തെ പുരുഷന്മാരും അല്ലെങ്കിൽ മദ്യം കുടിക്കുന്നവരും ഒക്കെ ഒരു കാരണക്കാരാണല്ലോ. സ്ഥിരം വരുന്നുണ്ടാവും, അല്ലെങ്കിൽ കൃത്യമായി പൈസ കിട്ടുന്നുണ്ടാവും. അതൊക്കെ തന്നെയായിരിക്കും വലിയൊരു ഉടമയിലേക്കും ബാർ ഉടമയിലേക്കും വസന്തയെ മാറ്റിയെടുത്തിട്ടുണ്ടാവും. അപ്പൊ ഇതും ഒരു പ്രധാനപ്പെട്ട അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അതും മദ്യനിരോധിത മേഖലയിൽ ഒട്ടും അനുവദിക്കാൻ പാടില്ലാത്ത ഒരു നടപടിയായിട്ട് നമുക്കിതിനെ മാറ്റാം. ഉറപ്പായിട്ടും അത് ഒരാൾക്ക് അതെങ്ങനെ സാധിക്കും? ഒരാൾക്കല്ല അതൊരിക്കലും സാധിക്കുന്നത്. ഒരുപാട് പേരുടെ പിന്തുണ അതിന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഒരു മദ്യനിരോധിത മേഖലയിൽ ഇത്രയും വലിയ മദ്യം അവർക്ക് തയ്യാറാക്കാൻ സാധിക്കുന്നത്, അത് വിതരണം ചെയ്യാൻ സാധിക്കുന്നത്, ഇത്രയും നാളത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് അവിടെ ഒരു കൂട്ടായ സഹകരണമുണ്ട്, അല്ലെങ്കിൽ അവിടെ അവരെ അത്രയും സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നിയമത്തിൻ്റെതായ വശങ്ങൾ പറഞ്ഞു കൊടുക്കാനായാലും അതിനെ എല്ലാ രീതിയിലുമുള്ള സംരക്ഷണം നൽകാൻ അവിടെ ഒരാളുള്ളതാണല്ലോ. അതുകൊണ്ടാണല്ലോ അവർ ഇത്രയും നാളും ഈ ഒരു നടപടി സ്വീകരിച്ചു പോയിരുന്നത്. ഇതിപ്പോ വളരെ വിപത്തായ ഒരു കാര്യം തന്നെയാണ്. അട്ടപ്പാടി മേഖലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് നമ്മളുടെ നാടിന് തന്നെ വളരെ ഒരു മോശമായ ഒരു കാര്യം തന്നെയാണ്. പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടി. ആ പ്രദേശം തന്നെ നല്ല രസമാണ്. നമ്മൾ ആ ചുരമൊക്കെ കയറി പോകുമ്പോൾ നല്ല ഭംഗിയാണ്, വളരെ പ്രകൃതി രമണീയമായ സ്ഥലം എന്നൊക്കെ പറയാം, ഭയങ്കര രസമാണ്. അപ്പൊ അവിടെ അതിനെ ഇത്രയും ഇപ്പോൾ എനിക്ക് ഈ സംഭവം പെട്ടെന്ന് കേട്ടപ്പോൾ തന്നെ ഇങ്ങനെ ആ ഒരു പേരാണ് അയ്യപ്പനും കോശി, ആ സിനിമ തന്നെയാണ് ഓർമ്മ വന്നത്. സച്ചി നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹം തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് വന്നത്, അല്ലെങ്കിൽ ആ സിനിമയുടെ കുറേ സീൻസാണ് നമ്മളുടെ മനസ്സിലേക്ക് വന്നത്. അട്ടപ്പാടി മദ്യനിരോധിത മേഖലയാണെന്നുള്ള ആ വിഷയം തന്നെ നമ്മൾ അറിയുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതൊരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് ഇപ്പം നമ്മൾ കേൾക്കുന്നത്. നമുക്കൊരു കൂള് മൈൻഡ് ആയല്ലേ പെട്ടെന്ന് ഇത് കേട്ടപ്പോ? ഭയങ്കര രസമുണ്ട്. രസം എന്നതിനപ്പുറത്തേക്ക് അത്ര രസം എന്നുള്ള ഒരു ഏർപ്പാടല്ല, നമുക്ക് അത്ര പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമല്ല. ഒരിക്കലും വസന്തയ്ക്ക് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ വേണം, ഉറപ്പായിട്ടും. ഇപ്പൊ വസന്ത ഇനി കുറെ നാള് അവരുടെ വസന്തകാലം ഇനി ജയിലിലായിരിക്കും ഉറപ്പായിട്ടും. ഇനി വസന്തകാലം എന്തായാലും ജയിലിൽ കഴിയട്ടെ. മിനി ബാർ ഉടമ, ഒരു മിനി ബാർ ഉടമ ജയിലിൽ ഇനി ഭക്ഷണം കഴിച്ച് ജീവിക്കട്ടെ. അതിന് തക്കതായിട്ടുള്ള ഒരു ശിക്ഷ തന്നെ ലഭിക്കണം എന്നുള്ളതാണ്. ഉറപ്പായിട്ടും നിയമവിരുദ്ധമായി ആര് പ്രവർത്തിക്കുന്നു അവരെയൊക്കെ കൃത്യമായ ആ ഒരു നടപടി എടുക്കാൻ ഇപ്പോഴത്തെ ഒരു വിജിലൻസിന് അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് സാധിക്കുന്നുണ്ട്. അത് നമ്മളിവിടെ കുറെ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. അത് എന്തായാലും ഈ ഒരു കാര്യത്തിലും തുടരും. ഇപ്പൊ രമേശ് ചെന്നിത്തല തന്നെ അവർ പറഞ്ഞ കാര്യം എന്ന് പറയുന്നത്, ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു കാരണത്തിനും എന്നെ ആരും വന്ന് സമീപിക്കണ്ട, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യാനോ സഹായത്തിനായോ ഒരാളും എന്നെ വന്ന് സപ്പോർട്ട് ചെയ്യണ്ട, അല്ലെങ്കിൽ എന്നോട് വന്ന് കാണണ്ട. കാരണം ഞാൻ അതിൽ വഴങ്ങില്ല. ഉറപ്പായിട്ടും ലഹരിയുമായി ബന്ധപ്പെട്ട ഏത് വിഷയമായാലും നടപടിയെടുക്കും. കണ്ണും കെട്ടി അല്ലെങ്കിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നുള്ളത് അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നടപടി ഇവിടെ ഉണ്ടായിരിക്കുന്നത്, അതും മദ്യനിരോധിത മേഖലയിൽ തന്നെ. ഇത് ഉറപ്പായിട്ടും നടപടിയെടുക്കും. ഇത് നടപടി എടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഓരോരുത്തർ തുടങ്ങും, വീടുകളിലായിട്ട് പലരും ഓരോരുത്തരും തുടങ്ങും. അപ്പൊ അത്തരം ഒരു നടപടി തടയാൻ സർക്കാരിന് എന്തായാലും കഴിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.